ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ കേരളത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് പഠിക്കാനാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ പല തരത്തിൽ വരാം. ഓരോ യൂണിറ്റ്സും അതിന്റെ സവിശേഷതകൾ എഴുതാൻ വരാം. അതായത് ഇപ്പോൾ ഹൈലാൻഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മലനാടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇടനാടിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തീരപ്രദേശത്തിന്റെ, ഇങ്ങനെ മൂന്നും മാറി മാറി വരാം. അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതികൾ ഏതൊക്കെയാണ്, അതിന്റെ മൊത്തത്തിൽ സവിശേഷതകൾ എഴുതാനുള്ള രീതിയിലും ചോദ്യം വരാം. നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ സവിശേഷത എഴുതാനാണ്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് 3 യൂണിറ്റും എന്ത് ചെയ്യാം, പഠിച്ച് പോവാം. അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ ഫിസിയോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൈലാൻഡ് ആണ് അല്ലെങ്കിൽ മലനാടാണ്. അപ്പോൾ മലനാടിന്റെ സവിശേഷതകൾ എന്തൊക്കെ എന്ന രീതിയിൽ ഒരു ചോദ്യം വരാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്തേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ എന്താ പറയുക ഭൂപ്രകൃതി സവിശേഷതയാണത്. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ലാൻഡ് ഫോം ആണിത് നമ്മൾ ഈ പറയുന്ന ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട്. ഒബ്വിയസ്ലി മക്കൾക്ക് അറിയുന്നതാണ് ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കിട്ടി? യെസ്, ഏറ്റവും ഹൈറ്റിൽ നിൽക്കാൻ സാധ്യതയുള്ളത് ഹൈലാൻഡ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ആൻസർ ചെയ്തത് എന്താണ്? ഹൈലാൻഡ് ഇസ് ദ ഏരിയ വിത്ത് ആൻ എലിവേഷൻ ഓഫ് ഓവർ 75 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ എന്നുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ലാൻഡ് ഫോം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മിഡ് ലാൻഡ് ആണ് അല്ലെങ്കിൽ ഇടനാടാണ്. അപ്പൊ ഇടനാടിന് നമ്മൾ പൊതുവെ പറയാണ്ട് ഒരു സാൻഡ്വിച്ച് ഫോം ആണ്. കാരണം എന്താ പറഞ്ഞാൽ എന്താ പറയാ രണ്ടിനും ഇടയിലുള്ള സ്ഥലമാണിത് ഇടനാട് എന്ന് പറയുന്നത് അല്ല. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ളതാണിത് ഇടനാട് അല്ലെങ്കിൽ മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലനാടിന് അത്ര എന്തുണ്ടാവണമെന്നില്ല, ഉയരം ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ തീരപ്രദേശത്തിനേക്കാൾ എന്തുണ്ടാവും? ഉയരം ഉണ്ടാവും. നമുക്ക് നോക്കാം ഇതിന്റെ എത്രയാണ് ഉയരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ 7.5 to 75 മീറ്റേഴ്സിന് ഇടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. 75 മീറ്റേഴ്സിന് മുകളിലുള്ള നമ്മൾ എന്ത് പറഞ്ഞു? ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അടുത്തത് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് എന്താണ്? നമ്മുടെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. അതായത് 7.5 മുതൽ 75 വരെയാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ ഇടനാട് എന്ന് പറയുന്നത്. 75 മുകളിലാണ് മലനാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 7.5 മീറ്റർ വരെയുള്ള ഉയരഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 0 to സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള ഉയരമുള്ള ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ മണൽ നിറഞ്ഞ പ്രദേശമായിരിക്കും. അപ്പോൾ ജനറലി ഇറ്റ്സ് എ സാൻഡി ട്രാക്ട് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അപ് ടു 7.5 എലിവേറ്റഡ് ആയിട്ടുള്ള മീറ്റർ എന്താ പറയുക നാടിനെയാണ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും കേരളത്തിന്റെ 3 ഭൂപ്രകൃതി അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം വരാണെങ്കിൽ മക്കൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടും ചോദ്യം വരാം. സെപ്പറേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഫീച്ചേഴ്സ് ചെയ്താൽ ചോദ്യം വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് മാർക്കുള്ള ചോദ്യം ഉണ്ടാവില്ല. അപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരുന്നത്: ഏതൊക്കെയാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഫിസിയോഗ്രഫിക്കൽ യൂണിറ്റ്? അതിൽ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്. 3 എന്ത് ചെയ്യാൻ പറ്റും? ഒരുപോലെ തന്നെ വിശദീകരിക്കാൻ പറ്റും. കാരണം 7.5 to 75 then 75 and above ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 3 ലാൻഡ് ഫോംസിന് തിരിച്ചിട്ടുള്ളത് അല്ലേ? 0 to 7.5 then 7.5 to 75 then 75 and above എന്നുള്ളതാണ്. അതായത് 0 മുതൽ 7.5 വരെയും 7.5 മുതൽ 75 വരെയും 75 മുകളിലും. അപ്പോൾ ആ ഒരു 7.5ഉം 75 മക്കൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇടനാടിന്റെ ലാൻഡ് ഫോം എന്താ പറയുക പ്രത്യേകതയാണത്. അത് ഓർമ്മിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ളത് എന്ത് ചെയ്യും? മക്കൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. ഈ ഒരു ഭാഗം വരാണെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യം മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ. താങ്ക് യു ഓൾ. ബൈ.